മാലേഗാവ് സ്ഫോടനം, നാന്ദേഡ് സ്ഫോടനം, ഈ രണ്ട് സ്ഫോടനങ്ങളിലെയും ഉള്ളറ കഥകൾ അദ്ദേഹം വിളിച്ചത് കൊണ്ടുവന്നു. അതിലെ പ്രതികളിൽ ചിലരെ പൊക്കിയെടുത്തു. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഒന്ന്, ഒരു സന്യാസിനിയാണ്. രണ്ടാമതായി പൊക്കിയെടുത്തത് കേണൽ ശ്രീകാന്ത് പുരോഹിത്, ഇന്ത്യൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനാണ്. മനസ്സിലാക്കണം, ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് RDX കട്ടെടുത്ത് കൊണ്ടുവന്ന് RSSകാർക്ക് കൊടുക്കുന്ന, അത് മുസ്ലിം കേന്ദ്രങ്ങളിൽ പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ത്യൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായ ശ്രീമാൻ കേണൽ ശ്രീകാന്ത് പുരോഹിത്. ഇവർ രണ്ടുപേരെയും ഹേമന്ത് കർക്കരെ പൊക്കിയെടുത്തു. അങ്ങനെ ഹിന്ദുത്വ ഭീകരതയുടെ ഞെട്ടിക്കുന്ന കഥകളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാൻ പോവുകയായിരുന്നു. ആ മുഹൂർത്തത്തിൽ വെച്ച് തന്നെ ഉള്ളിയുടെ പുലി പൊളിക്കുന്നത് മാതിരി ഇന്ത്യൻ ഭീകരാക്രമണങ്ങളുടെ കള്ളക്കഥകൾ കർക്കരെ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കൊടുങ്ങനെ ഒരു ദിവസം മുംബൈയിൽ ഏതാണ്ട് ഇതേ സമയത്ത് ഭീകരാക്രമണം നടക്കുന്നു. അതിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കർക്കരെ കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിട്ടുള്ള അശോക് കാംതെ കൊല്ലപ്പെടുന്നു. വിജയ് സരസ്കർ കൊല്ലപ്പെടുന്നു. പ്രഗത്ഭരായിട്ടുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരും അതിന്റെ ഏറ്റവും ആദ്യഘട്ടത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. ആർക്കാണ് അതിന്റെ ഉപകാരം? ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ RSSന്റെ ഓഫ്ഷൂട്ടുകളായിട്ടുള്ള ഭീകര സംഘടനകളുമാണ് എന്ന് ഹേമന്ത് കർക്കരെ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹേമന്ത് കർക്കരെ കൊല്ലാൻ മാത്രം വിഡ്ഢികളാവുകയില്ലല്ലോ മുസ്ലിം തീവ്രവാദികൾ. ആ സന്ദർഭത്തിൽ വെച്ച് തന്നെ ഹേമന്ത് കർക്കരെ കൊല്ലപ്പെടും. ആരാണ് അതിന്റെ, ആർക്കാണ് അതിന്റെ ബെനിഫിറ്റ്? ആർക്കു വേണ്ടിയാണ് അത് നടന്നിട്ടുള്ളത്? പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ആ സമയത്ത് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, AR ആന്ദോലൻ എന്ന് പറഞ്ഞു. എന്തായാലും ന്യൂനപക്ഷക്ഷേമം ഒന്നാണ് അയാൾ സമയത്ത് UPA 1ാം ഗവൺമെന്റ് കോൺഗ്രസ് മൻമോഹൻ സിംഗിനെ ഭരിക്കുന്നു. മുമ്പ് ഒരുപാട് സംശയം പറഞ്ഞു, അല്ല ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടല്ല എന്ന് അറിയാതെ ഒരു സംശയം അങ്ങോട്ട് ചോദിച്ചു പോയി. അയാൾക്ക് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടി വന്നില്ലേ സുഹൃത്തുക്കളെ? ഈ AR ആന്ദോലൻ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ആന്ദോലനാണ് അയാളുടെ മുഴുവൻ പേര്. മുമ്പ് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിരുന്നു. 1.5 കൊല്ലം കഴിയുമ്പോൾ ഇവരെ കൂടി പുകച്ച് പൂർത്തിയാക്കിയാണ്. അപ്പൊ ഈ മുംബൈ ആക്രമണത്തെ കുറിച്ച് മൂപ്പരും അങ്ങനെ യാതൊരു ദീനിനോട് അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹം കൊണ്ട് ആയിപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. മൂപ്പർക്ക് സംശയം തോന്നി, അല്ല ഇങ്ങനെയൊക്കെ എന്താണ് അത് ചോദിക്കുമ്പോഴേക്ക് എല്ലാ പത്രങ്ങളും TVക്കാരും RSSും ചാടി ഇറങ്ങി അവസാനം ആന്ദോലേക്ക് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. അതാണ് ഭീകരാക്രമണം. ആരെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരും ഭീകരവാദിയാവും. പക്ഷെ മുംബൈ ആക്രമണത്തെ കുറിച്ച് ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇപ്പൊ ചുരുങ്ങിയത് 3 പുസ്തകങ്ങളെങ്കിലും അതിനെക്കുറിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. ഒന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിരിക്കുന്ന SM മുഷ്രിഫ് എഴുതിയിട്ടുള്ള ഹൂ കിൽഡ് കർക്കരെ എന്ന് പറയുന്ന പുസ്തകം. കർക്കരയെ കൊന്നത് ആരാണ്? കൊന്നത് RSS എന്നാണ് അദ്ദേഹം അത് സമർത്ഥിക്കുന്നത്. ഈ SM മുഷ്രിഫ് എന്ന് പറഞ്ഞാൽ സോണ്ടാറ്റിക്കാരനൊന്നുമല്ല. അയാള് മുമ്പ് മഹാരാഷ്ട്രയിൽ പോലീസ് IG ആയിരുന്നു. മഹാരാഷ്ട്ര അറിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. VRS എടുത്താണ്, വളരെ റിട്ടയർമെന്റ് എടുത്തതാണ്. മൂപ്പരാണ് ഒരുപക്ഷെ ഈ കേസൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫേക്ക് ഡോക്യുമെന്റ്, ഈ വ്യാജ മുദ്രപത്രം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കേസായിരുന്നു തെൽഗി കേസ് എന്ന് പറയുന്ന കേസ്. അബ്ദുൽ കരീം തെൽഗി എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് അതിലെ പ്രതി. ആ കേസ് മുഴുവൻ പുറത്തു വന്ന് 10,000 കോടി രൂപയുടെ വ്യാജ മുദ്രപത്ര കേസ് പുറത്തു കൊണ്ടുവന്ന പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കക്ഷി. അബ്ദുൽ കരീം തെൽഗിയെ പിടിച്ച് അകത്തിട്ട ഉദ്യോഗസ്ഥനാണ് SM മുഷ്രിഫ്. ഈ തെൽഗി ഇപ്പൊ നമ്മൾ എവിടെ കിടക്കുന്നുണ്ട്? മധുരയിൽ കിടക്കണ മറ്റേ ബാംഗ്ലൂരിൽ എന്താണ് പരപ്പന ജയിലിൽ കിടക്കുന്നത്. മുമ്പ് അവിടുന്ന് മധുരയിലേക്ക് പറയുന്നത് ഈ മുഷ്രിഫ് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമായിരുന്നു എന്ന് പറയുന്നത്. ആ ജാതി ചെയ്യിച്ചാണ് അവരെ പിടിച്ച് പൊക്കിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് SM മുഷ്രിഫ്. ആ SM മുഷ്രിഫാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് കർക്കരെ കൊന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ്. എന്താ മുഷ്രിഫിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഒന്നുകിൽ മുഷ്രിഫ് ഉന്നയിച്ച വിമർശനങ്ങൾ, സംശയങ്ങൾ, ആരോപണങ്ങൾ അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ മുഷ്രിഫ്
രാജ്യദ്രോഹം ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. രണ്ടും ചെയ്യണില്ലല്ലോ. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അശോക് കാംതയുടെ വിധവ ഭാര്യ ശ്രീമതി വിനീത കാംതെ, അവളും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ടു ദ ലാസ്റ്റ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇതിലെ കഥകൾ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച വേറൊരു പുസ്തകം ഇറങ്ങിയത് ഞാൻ വായിച്ചിട്ടില്ല, ഉറുദുവിലാണ്. അസീസ് ബർണിയുടെ ഒരു പുസ്തകം. അത് പോട്ടെ, അസീസാണ്, ബർണിയാണ്, ഉറുദുവാണ്, വിട്ടേക്കാം. പക്ഷേ അശോക് കാംതയുടെ ഭാര്യ ഉന്നയിച്ച സംശയങ്ങൾ, എസ് എം മുഷ്രിഫ് ഉന്നയിച്ച സംശയങ്ങൾ, അതിനെന്താ ഇതൊന്നും മറുപടി പറയാത്തത്? അപ്പൊ ഈ നിലയിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ സുഹൃത്തുക്കളെ, RSSന്റെയും BJPയുടെയും നിഗൂഢമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഭീവസമായിട്ടുള്ള രാഷ്ട്രീയ സാമുദായിക വർഗീയ ലക്ഷ്യങ്ങൾ അവ നേടിയെടുക്കാൻ വേണ്ടി നടന്നിട്ടുള്ള നിഗൂഢമായ നാടകീയമായ ഓപ്പറേഷനുകളായിരുന്നു ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ എല്ലാത്തിൻ്റെയും കഥകളിലേക്ക് പോകുന്നില്ല, നേരം കൊടുക്കുമ്പോൾ പറയേണ്ടി വരും. ഇത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, മുമ്പ് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് RSS നടത്തിയിരുന്ന പരിപാടിയായിരുന്നു വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ട് എവിടെയൊക്കെ മെച്ചപ്പെടുന്നത് അവിടെയൊക്കെ വർഗീയ കലാപങ്ങൾ, പെട്ടെന്ന് കുടുംബനെ ആയിരങ്ങളെ കൊല ചെയ്യുന്ന വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കും. അലിഗഡ്, മീററ്റ്, മൊറാദാബാദ്, ഭീവണ്ടി, ബോംബെ, ഭാഗൽപൂർ, ഇങ്ങനെ ജബൽപൂർ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നഗരങ്ങളായ നഗരങ്ങളിലെല്ലാം. ഈ നഗരങ്ങളിലൊക്കെ പ്രത്യേകത വെച്ചാൽ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഗുണപ്പെടുന്നുണ്ടാവും. അലിഗഡിൽ കൂട്ടു വ്യവസായം, മൊറാദാബാദിൽ തുകൽ വ്യവസായം, മീററ്റിൽ തുണി വ്യവസായം. ഇങ്ങനെ മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ബിസിനസ്സിൽ കുറച്ച് പച്ച പിടിച്ച സ്ഥലങ്ങളിലാണ് കലാപങ്ങൾ മുഴുവൻ സംഘടിപ്പിക്കുക. അതായിരുന്നു RSS നടത്തിയിരുന്നത്. പക്ഷെ 91 ഒരു പ്രത്യേകത. 1991 നമ്മുടെ ശ്രീമാൻ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്നിഗ്ധമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. കോൺഗ്രസിന്റെ പേര് കോൺഗ്രസ് ആണെങ്കിലും RSSന്റെയും ഹിന്ദുത്വ ഭീകരതയുടെയും മൊസാദിന്റെയും ഇസ്രായേലിന്റെയും അജണ്ടകൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ, ശാസ്ത്രീയമായി പ്രയോഗിക്കുന്നതിന് ആരംഭം കുറിച്ച ഭരണകൂടമായിരുന്നു 91 നരസിംഹറാവു സർക്കാർ. ഈ നരസിംഹറാവു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ 1ാം നമ്പർ ഭീകര രാജ്യമാണ്. അവിടെ നല്ല രസമാണ്. അവിടുത്തെ ഒരു ടീഷർട്ടിൽ ഒരു ഫോട്ടോ ഈ ഇന്റർനെറ്റിലൊക്കെ കാണാം. എന്ന് വെച്ചാൽ ഈ ഒരു കറുത്ത ടീഷർട്ട്, ആ ടീഷർട്ടിന് മേലെ വരച്ചു വെച്ചിരിക്കുകയാണ് ഒരു ഗർഭിണിയായിട്ടുള്ള പർദ്ദയിട്ട് ഒരു മുസ്ലിം സ്ത്രീ. എന്നിട്ട് ആ ഗർഭിണിയുടെ പള്ളങ്ങൾ ഇങ്ങനെ ഒരു വട്ടം വരച്ചിരിക്കുക. നമ്മൾ ഷൂട്ടിംഗ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ടീഷർട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അതിൻ്റെ അടിയിൽ ഇരിക്കുന്ന ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ ഈ ഗർഭിണിയുടെ പള്ളക്ക് വെടിവെച്ചാൽ 2 തീവ്രവാദികൾ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ടീഷർട്ടാണ്. ആദ്യം സുന്ദര രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ചെറിയ മക്കളെ വരെ. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏതെങ്കിലും ഇസ്രായേലി ഗർഭിണി വീഡിയോയിൽ സാധനം മേടിക്കാൻ വേണ്ടി പോകണ്ടെങ്കിൽ എല്ലായിടത്തിനും കയ്യിൽ നോക്കുന്നുണ്ടാവും, വെടിവെച്ച് കൊല്ലും. അപ്പൊ പിറ്റേന്ന് മാതൃഭൂമി എഴുതും 2 ഫലസ്തീൻ ഭീകരം വെടിയേറ്റ് മരിച്ചു എന്ന് മാതൃഭൂമിയിൽ ഫസ്റ്റ് എഴുതിണ്ടാവും. എന്ന് പറഞ്ഞാൽ അതാണ് കഥ. ഒരു ഗർഭിണി അവിടെ വെടിയേറ്റ് മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ആ ജാതി ഭീകരതയെ തിന്നുകയും ഭീകരതയെ കുടിക്കുകയും ഭീകരതയെ കാഷ്ടിക്കുകയും ഭീകരതയെ പ്രസവിക്കുകയും ഭീകരതയെ കയറ്റുമതിക്കുകയും ചെയ്യുന്ന ലോകത്തെ 1ാം നമ്പർ ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ രാജ്യവുമായി ഇന്ത്യ ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് നരസിംഹറാവുവിന്റെ കാലത്താണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെറിയൊരു രാജ്യമാണ്. ഈ മലപ്പുറം ജില്ലയുടെ പകുതി പോലും വലുപ്പമില്ലാത്ത രാജ്യമാണ്. അവരെങ്ങനെയാണ് ഇങ്ങനെ ലോകത്ത് ഒരു വൻ ശക്തിയെ നിലനിൽക്കുന്നത് വെച്ചാൽ 2 സംഗതികളാണ് അവർ കയറ്റുമതി ചെയ്യുന്നത്. ഒന്ന് ഭീകരത, കുത്തിത്തിരിപ്പ് കയറ്റുമതി ചെയ്യുക. ഓരോ നാട്ടിലും അലമ്പുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക. എന്നിട്ട് അവർ 2 കൂട്ടർക്കും ആയുധം വെക്കുക. അതാണ് ഒരു കാര്യം. ഈ 2 സംഗതി ഇവർ നിലനിൽക്കുന്ന രാജ്യമാണ്. ഈ കുത്തിത്തിരിപ്പ് കയറ്റുമതി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയത് അതിന്റെ പേരാണ് മൊസാദ് എന്ന് പറയുന്നത്. മൊസാദ് പോകും, ഒരു അലമ്പുണ്ടാക്കും, പിന്നെ ഈ 2 കൂട്ടർക്കും വേണ്ടി ആയുധങ്ങൾ ഉണ്ടാകും. അത് ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ വിതരണം ചെയ്തോളും.
അതുകൊണ്ടാണ് കഴിഞ്ഞ മുംബൈ ആക്രമണത്തിന്റെ സമയത്ത് മുംബൈ ആക്രമണം നടന്നിട്ട് അതിന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം നമ്മുടെ എ.കെ. ആന്റണി, പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണിയും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം ചേർന്നിട്ട് 90,000 കോടി രൂപയുടെ ആയുധടപാടാണ് ഒപ്പുവെച്ചത്. മനസ്സിലാക്കി എന്തിനു വേണ്ടിയാണ് ആക്രമണം നടത്തുന്നത് അപ്പൊ മനസ്സിലാക്കും. അപ്പൊ അങ്ങനത്തെ ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുമായി ഇന്ത്യ ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് നരസിംഹറാവുവിന്റെ കാലത്താണ്. മൊസാദുമായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസും ഇസ്രായേൽ ഇന്റലിജൻസും ഒത്തുചേരുന്നു. അതിനുശേഷമാണ് സുഹൃത്തുക്കളെ ഈ സ്ഫോടന നാടകങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സംഭവിക്കാൻ തുടങ്ങി. നേരത്തെ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സംജോത അജ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇതിലൊരു കക്ഷിയുണ്ട്, ദയാനന്ദ് പാണ്ഡെ. ഇങ്ങനെയുള്ള ലാപ്ടോപ്പിൽ ഇസ്രായേലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ്. ഇസ്രായേലിൽ ഓഫീസ് തുറക്കുന്നതിനെ കുറിച്ച് ടെൽ അവീവിൽ, ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവിൽ ഓഫീസ് തുറക്കുന്നതിനെ കുറിച്ച് ദയാനന്ദ് പാണ്ഡെയും ഈ കേണൽ പുരോഹിതൻ തമ്മിൽ നടന്നിട്ടുള്ള സംഭാഷണങ്ങൾ പിടിച്ചെടുക്കപ്പെട്ട രേഖകളിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ബന്ധങ്ങളെല്ലാം. അപ്പൊ നരസിംഹറാവുവിന്റെ കാലത്ത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. അന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുണ്ട് ശ്രീമാൻ സൽമാൻ ഖുർഷിദ്, അങ്ങനെ പിടിച്ച് വിദേശകാര്യ സഹമന്ത്രിയായി. എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലുമായിട്ടൊക്കെ നയതന്ത്ര ബന്ധം ഉണ്ടാക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ പഴക്കം വേണ്ട, അലോഗ്യം വേണ്ട എന്ന് വിചാരിച്ചൊരു മുസ്ലിമിനെ പിടിച്ചിട്ട് വിദേശകാര്യ സഹമന്ത്രിയായി. നമ്മൾ EM സാഹിബിനെ പിടിച്ചിട്ട് എന്താക്കി UN പ്രസംഗകനുമാക്കി. അത് അന്നാണ് മനസ്സിലാക്കണം. അഹമ്മദ് സാഹിബ് അങ്ങനെ കയറാൻ തുടങ്ങിയ സമയമാണ്. എങ്ങനെ കയറാതിരിക്കുക? നല്ല പണിയല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഭീകര രാജ്യവുമായി കോൺഗ്രസ് സർക്കാർ, നരസിംഹറാവു സർക്കാർ അവിഹിതമായ ബന്ധമുണ്ടാക്കിയപ്പോ അതിനെ ന്യായീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പോയി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ നിന്നുകൊടുത്തു ഇന്ത്യൻ മുസൽമാന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ MP. അന്ന് മുസ്ലിം ലീഗിന്റെ തന്നെ MP ആയിട്ടുള്ള ശ്രീമാൻ സുലൈമാൻ സേഠ്, ജനാബ് സുലൈമാൻ സേഠ് അതിനെ എതിർത്ത് നോക്കി, ഫലമില്ല. അഹമ്മദ് കയറാൻ തുടങ്ങി, EM സാഹിബ് കയറാൻ തുടങ്ങി അന്ന് മുതലാണെന്ന് മനസ്സിലാക്കാം. അപ്പോ 91-ൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് അതിനുശേഷമാണ് ഈ സ്വഭാവത്തിലുള്ള ഭീകര സ്ഫോടനങ്ങൾ ഇന്റലിജൻസും RSSഉം മൊസാദും പട്ടാളത്തിലെ ചില ഘടകങ്ങൾ, പട്ടാളം മുഴുവനാണെന്നും പറയുന്നത് ശരിയല്ല, പട്ടാളത്തിലെ RSSന്റെ ചില സെല്ലുകൾ ഉണ്ടാവും. ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഭീകരമായ സ്ഫോടനങ്ങൾ. അസീമാനന്ദയുടെ കുറ്റസമ്മത മൊഴിയിലൂടെ ഈ മറയുടെ ഒരു ഭാഗമാണ് സുഹൃത്തുക്കളെ നീങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? എന്തൊക്കെ പുകിലായിരുന്നു, എന്തൊക്കെ കൊല്ലാപ്പായിരുന്നു. എവിടെയെങ്കിലും പൊട്ടുമ്പോഴേക്ക് തുടങ്ങും നമ്മുടെ പത്രങ്ങൾ എഴുതാൻ. ഇവ സ്വാമി അസീമാനന്ദ, മൂപ്പരൊരു സ്വാമി, വേറൊരു സ്വാമിയില്ലേ പ്രവീൺ സ്വാമി. ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവർക്ക് പരിചയമുണ്ടാവും. പ്രവീൺ സ്വാമി. ഈ പ്രവീൺ സ്വാമി എന്ന് പറയുന്ന കക്ഷി ദ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് പത്രമുണ്ട്, മദ്രാസിൽ ഇറങ്ങുന്ന. ഇംഗ്ലീഷ് ദേശാഭിമാനി ചില ആൾക്കാർ അതിനെ പറയാറുണ്ട്. അപ്പോൾ ഈ പത്രത്തിന്റെ കാര്യപ്പെട്ട ലേഖകനാണ് പ്രവീൺ സ്വാമി. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ സ്വാമി അസീമാനന്ദ RDXഉം അമോണിയം നൈട്രേറ്റും അതും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടുത്തെ ബോംബ് പൊട്ടിക്കും, ആൾക്കാരിങ്ങനെ കൊല്ലും. പിറ്റേ ദിവസം മറ്റേ സ്വാമി പ്രവീൺ സ്വാമി എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ കള്ളാസ് എടുത്തിട്ട് മൂപ്പര വകയിൽ ഹിന്ദുവിൽ 8 കോളം ബോംബങ്ങ് പൊട്ടിക്കും. അജ്മീർ സ്ഫോടനം നടന്നതിന് പിറ്റേ ദിവസം ഹിന്ദുവിൽ 8 കോളത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. അജ്മീർ സ്ഫോടനം നടത്തിയിരിക്കുന്നത് സിമിയും ലഷ്കർ-ഇ-ത്വയ്യബയും ചേർന്നിട്ടാണ്. അതിന്റെ കഥകളൊക്കെ ഉണ്ടാവും, എന്തൊക്കെയോ പല പേരൊക്കെ ഉണ്ടാവും. ഖാലിദ് ഷെയ്ഖ് ആസംഗഡിൽ നിന്ന് മറ്റേ വണ്ടി കയറി, മറ്റേ ഗുലാം മഹമ്മൂദ് ഉജ്ജയിനിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന വേറൊരു വണ്ടി കയറി. അവർ രണ്ടുപേരും സവായ് മധേപൂരിൽ വെച്ച് സന്ധിച്ചു. എന്നിട്ട് അജ്മീറിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരേന്റെ സിദ്ധാന്തം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിമിക്കാര് ലഷ്കർ-ഇ-ത്വയ്യബകളും സലഫികളാണ്. ശരിയാണ്.